ഈ CPI ഇപ്പോൾ വലിയ വെട്ടിലായിരിക്കുകയാണോ എന്ന് സംശയം. കാരണം ഇവരുടെ അധീനതയിൽ, അതായത് വിധേയത്വത്തോടുകൂടി കഴിയുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും CPMൻ്റെ മുഴുവൻ ചവിട്ടും കുത്തും ഏറ്റിക്കിടക്കുകയും ചെയ്യുന്നു. CPIയുടെ സംസ്ഥാന സമ്മേളനം വരെ, താഴെത്തട്ടിലുള്ള സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതിനകത്ത് മത്സരമൊന്നും കൂടാതെ തന്നെ ബിനോയ് വിശ്വം വീണ്ടും സെക്രട്ടറി പദത്തിലേക്ക് വരികയും ചെയ്തു. ഇത് CPI താഴോട്ടേക്കല്ലേ പോകുന്നത് ശരിക്കും? CPIക്ക് ഗ്രാഫ് ഇപ്പോഴല്ല, കുറേ നാളായിട്ട് താഴോട്ടാണ്. CPI ഒരു കാലത്ത് ഇന്ത്യയിലെ വലിയ ഒരു പ്രമുഖ ഇടതുപക്ഷ പാർട്ടിയായിരുന്നു. പാർലമെൻറ്റിൽ അവർക്ക് അത്തരത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിലാണെങ്കിൽ 1977 20 സീറ്റും പാർലമെൻറ്റിലേക്ക് വലതുമുന്നണി നേടിയപ്പോൾ അന്ന് CPI വലതുമുന്നണിയുടെ കൂടെയായിരുന്നു. 4 MPമാരെയാണ് അവർ ഇവിടുന്ന് ഡൽഹിയിലേക്ക് അയച്ചത്. അതുപോലെ തന്നെ 10-35 MLAമാർ അവർക്കുണ്ടായിരുന്നു. 121 പേരെ മറ്റാണ് അന്ന് 120 പേരെ മറ്റാണെന്ന് ജയിച്ചത്. 121 പേര്. അതിൽ CPIക്ക് തന്നെ 10-35 MLAമാരുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പ്രസ്ഥാനമായിരുന്നു CPI എന്ന് പറയുന്നത്. CPI എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മര്യാദക്കാരുടെ പാർട്ടി, ജനാധിപത്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള സത്പേരായിരുന്നു അവരെ എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങളെ പ്രിയരാക്കിയത്. അതുപോലെ തന്നെ അവരുടെ നേതാക്കൾ PKV ആവട്ടെ, M.M. ഗോവിന്ദൻ നായരാവട്ടെ, E. ചന്ദ്രശേഖരൻ നായരാവട്ടെ, ഇതിന് സ്വല്പം കണിശമായിട്ടൊക്കെ പറയുമെങ്കിലും വെളിയം ഭാർഗവൻ പോലെ വളരെ ജനകീയനായിരുന്നു. ചന്ദ്രപ്പൻ അതുപോലെ ജനകീയനായിരുന്നു. അവരുടെ കാലത്തിന് ശേഷം ഈ CPMൻ്റെ കക്ഷത്തിലായിപ്പോയി. വലിയേട്ടൻ അനിയനെ അടുത്ത് ഒരുപാട് ചവിട്ടി കൂട്ടിക്കളഞ്ഞു. അപ്പം അത് 1979 CPIയുടെ PKV അവിടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം അവിടുന്ന് രാജിവെച്ചിട്ടാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യത്തിന് വേണ്ടി കേരളത്തിൽ ഒരു അവസരം ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു തവണയെങ്കിലും ഈ മുഖ്യമന്ത്രി പദം കളഞ്ഞിട്ട് വരുന്ന PKVയെ പോലൊരു വലിയ നേതാവിന് അടുത്ത ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പം അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ വെറും നിസ്സാര വകുപ്പുകൾ കൊടുത്ത് ഒതുക്കി കളഞ്ഞു. അന്ന് E.K. നായനാരാണ് 1980 ഈ ഇടതുപക്ഷ ഐക്യം വന്ന് മുഖ്യമന്ത്രിയായപ്പോൾ CPI വന്നതുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ ഇത്രയും പച്ച പിടിച്ചത്. 1980 വരെ CPI പിരിഞ്ഞു കഴിഞ്ഞ് പോയതിന് ശേഷം CPMന് 67 മാത്രമേ ഒരു 2 വർഷം ഭരണത്തിൽ വരാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ഒരിക്കൽ പോലും ഭരണത്തിൽ വരാൻ കഴിഞ്ഞില്ല. പിന്നെ 79 CPMൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് അവർക്ക് 80 ഭരണം കിട്ടിയത്. പിന്നെയാണ് വീണ്ടും 87 ഭരണം കിട്ടുന്നത്, പിന്നെ 96 ഭരണം കിട്ടുന്നത്, പിന്നെ 2006 ഭരണം കിട്ടുന്നത്, പിന്നെ ഇപ്പോൾ 2 വർഷം തുടർച്ചയായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം CPIയുടെ ഒരു താങ്ങോട് കൂടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ CPM അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, CPIക്കാർക്ക് ഇത് അറിയാമോ എന്ന് പോലും പോലും അവർ കാണിച്ചില്ല. അവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം അണികളൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഇങ്ങനെ ഒതുക്കുന്നു, ചവിട്ടുന്നു, നമ്മളൊരു വലിയ പ്രസ്ഥാനമാണ്, എന്നിട്ട് നമ്മളെ ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തതെന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് ഈ ഒരു പ്രമാദിത്വം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കേരള കോൺഗ്രസ്, ഇപ്പോൾ കേരള കോൺഗ്രസിന് മാണിക്ക് കൊടുക്കുന്ന വെയിറ്റ് പോലും തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവരാണ് CPIക്കാർ. ഒന്ന് ആലോചിച്ചു. മാണി കോൺഗ്രസ് എവിടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPI എന്ന് പറയുന്ന ആ പ്രസ്ഥാനവുമായിട്ട്, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു ഉള്ള ഒരു CPIയെ അവർ കൊച്ചായിട്ടാണ് കാണുന്നത്. മാണി കോൺഗ്രസിൻ്റെ അത്രയും പോലും വെയിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. മാണി കോൺഗ്രസ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അതിനകത്ത് വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നത് തീർച്ചയായിട്ടും. കാരണം ഇവർക്ക് 2ാം സ്ഥാനം പോകുമെന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മുന്നണികൾക്ക് എപ്പോഴും വിരുദ്ധ ശക്തികൾ ചേരുന്നതാണ് നല്ല മുന്നണി. CPI CPM ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അപ്പം അവിടെ വലിയ പ്രാതിനിധ്യം കിട്ടാൻ പാടാണ്. അതേസമയം മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വന്നാൽ വലിയ വെയിറ്റേജ് കൊടുക്കും, കേരള കോൺഗ്രസ് വന്നാൽ വലിയ വെയിറ്റേജ് കൊടുക്കും. കാരണം എന്തറിയാമോ, CPMന് ആ 2 പ്രസ്ഥാനങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബൂസ്റ്റ് ഭയങ്കരമാണ്.
കാരണം നമ്മുടെ സ്വഭാവത്തിന് ചേരാത്ത ഒരു സാധനം കൂടെ നമ്മളോട് ചേർക്കുമ്പോൾ അതിനുണ്ടാകുന്ന മുന്നേറ്റം, ജനകീയ പിന്തുണ വളരെ വലുതാണ്. ഇത് സി പി ഐക്ക് അറിയാമായിരുന്നിട്ടും അവരിത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കെട്ടുവാളിൽ നിന്ന് അവർ വിട്ടുപോകേണ്ട സമയം അതിക്രമിച്ചിരുന്നു. സി പി എമ്മിൻ്റെ നയങ്ങൾ സി പി ഐയുടെ നയങ്ങളുമായിട്ട് യോജിക്കാത്തതാണെന്നുള്ളത് ഇപ്പോഴത്തെ ഈ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ കണ്ടല്ലോ. 14 ജില്ലയിലെയും പ്രതിനിധികൾ പറഞ്ഞു ഈ ഭരണം ശരിയല്ല, ധൂർത്ത്, ധിക്കാരം, ജനങ്ങളുടെ മേൽ കുതിര കയറൽ, ഇത് കണ്ടിട്ട് വായി നോക്കി നിൽക്കുന്ന നമ്മുടെ മന്ത്രിമാർ, ഇത് കണ്ടിട്ട് വായി നോക്കി നിൽക്കുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞായിരുന്നു വിമർശനം. നിശ്ചിതമായ വിമർശനമാണ് കൊടുത്തത് പാർട്ടി പ്രതിനിധികൾ. ഇവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പുകളിലൊന്നും യാതൊരു ഗുണവും ഇല്ലാതാണ് നമ്മുടെ ആളുകൾ പ്രവർത്തിച്ചത്. വെറും തിണ്ണനിരങ്ങിയായിട്ടാണ് നിന്നത്. പിണറായി വിജയൻ്റെ PA-മാരായിട്ടാണ് മന്ത്രിമാർ പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടില്ല. വെളിയം ഭാർഗവൻ്റെയും ചന്ദ്രപ്പൻ്റെയും പാരമ്പര്യം നിങ്ങൾ കളഞ്ഞു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര് പ്രസംഗിച്ചു അവിടെ. അപ്പോൾ അവരിൽ നിന്ന് അവർ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിൽ CPIയെ കാണുന്നത് ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് ആകെ മാറിയിരിക്കുന്നു. ഏകാധിപതികളായിരിക്കുന്നു, സ്വാർത്ഥമതികളായിരിക്കുന്നു, കപ്പലണ്ടി വിട്ടുകൊണ്ട് നടന്നവൻ കോടിപതിയായിരിക്കുന്നു എന്നൊക്കെ അവർ തന്നെ വിമർശിക്കുന്ന കാലമാണ്. നമ്മളല്ല, ഈ CPIയിലുള്ളവർ CPMലുള്ളവർ തന്നെ വിമർശിക്കുകയും അതിനെക്കുറിച്ച് വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ LDF 3ാം വട്ടം അധികാരത്തിൽ വരരുതെന്നാണ് CPI ആഗ്രഹിക്കുന്നത്. കാരണം അത് പാർട്ടിയെ ഒന്നുകൂടെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയും. അല്ല, ഇങ്ങനെ പോയാൽ കാരണം കുറേശ്ശെ ആയിട്ട് ഇതില്ലാതായി പോകും. CPIയുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ. പക്ഷേ CPIക്ക് ഒരു ഭാവിയുണ്ട്. VD സതീശൻ കുറേ നാളുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി പോരെ നമ്മുടെ കൂടെ ചേർന്ന് നമുക്കൊന്നിച്ച് ശക്തമാകാമെന്ന്. അങ്ങനെ പോകും എന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. കാരണം അഖിലേന്ത്യാ തലത്തിലെടുത്ത ഒരു തീരുമാനമാണ്. അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം ഉണ്ടാക്കുന്നതിന് 1979 എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഇനി ഒരു പാർട്ടി കോൺഗ്രസ് ഒക്കെ കൂടി ഒന്നുകൂടെ വിശകലനം ചെയ്തിട്ട് ഇന്ത്യയിലെ മാരക പരിതസ്ഥിതികളും CPMൻ്റെ ഇന്നത്തെ ആ ഏകാധിപത്യ ശൈലിയും അവരുടെ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന മൂല്യച്യുതികളും ഒക്കെ പറഞ്ഞ് അത് കൺവിൻസ് ചെയ്തെങ്കിൽ മാത്രമേ, സഖാക്കളെ കൺവിൻസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു മാറ്റം സാധ്യമാവുള്ളൂ. അതൊക്കെ അറിയാം, എന്നാൽ പോലും അവർ ഔദ്യോഗികമായിട്ടൊരു കൺവിൻസിങ് അവിടെ നടത്തണം. അതോ കേരളത്തില് ഒരു ഇന്ത്യ മുന്നണി സഖ്യം വരുമോ? കാരണം ബിനോയ് വിശ്വം തന്നെ പറയുകയുണ്ടായി, കേരളത്തിൽ BJP അതിശക്തമായി വളരുന്നു എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയെ നേരിടാനായിട്ട് കോൺഗ്രസും CPIയും CPMും മറ്റ് ഘടകകക്ഷികളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യ സഖ്യത്തിലേക്ക് പോകേണ്ടി വരും. അല്ല, അത് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്നാലേ നമുക്കിത് നേരിടാൻ പറ്റുള്ളൂ എന്ന് VD സതീശൻ പറഞ്ഞത് സത്യമാണ്. ഈ ഒരു ഐക്യം ഉണ്ടായാൽ നമുക്ക് കുറെ കൂടെ ശക്തമായിട്ട് നിൽക്കാം. പക്ഷെ അങ്ങനെ വന്നാൽ CPM അപ്രസക്തമായി പോകും. അതാണ് ചോദ്യം. വളരെ അപ്രസക്തമായി പോകും. കാരണം അവരുടെ മുന്നണിയിൽ പിന്നെ അവർക്ക് ഈ കെട്ടുറപ്പ് നിലനിർത്താൻ കഴിയില്ല. CPI ഉള്ളത് ഈ ചില മരങ്ങളുടെ തണൽ നമുക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയും. ആ മരണം മുറിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ചില മരങ്ങൾ നിൽക്കും മുൻവശത്ത്, വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ആ പ്ലാവ് അവിടെ നിന്നപ്പം എന്തൊരു ആശ്വാസമായിരുന്നു എന്ന് പറയും. അതുപോലെയാണ് ഈ CPIയുടെ നിൽപ്പ്. CPIക്ക് അപ്രമാദിത്തമായ ഒരു ജനകീയ അടിത്തറയുണ്ട്. അത് 4, 3, 7 പേരായിരിക്കും ഓരോ സ്ഥലങ്ങളിലുള്ളത്. പക്ഷേ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല പിന്തുണയുണ്ട്. നേതാക്കൾക്കും അതുപോലെ ഉണ്ട്, ഒരു മാന്യതയും മര്യാദയും ഒക്കെ ഉണ്ട്. അത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. ആ ശീലത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇപ്പോഴും, ഇപ്പോൾ ബിനോയ് വിശ്വം പോലും വളരെ നല്ലൊരു നേതാവായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം സോഫ്റ്റ് സ്പോക്കണാണ്, അദ്ദേഹം സാഹിത്യകാരനാണ്, ചില പരിസ്ഥിതി കാര്യങ്ങളിൽ താല്പര്യമുള്ളയാളാണ്, സ്വഭാവശുദ്ധിയുള്ളയാണ്, ധർമ്മിഷ്ഠനാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ ഉള്ള നേതാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ഈ ചന്ദ്രപ്പൻ്റെയോ അല്ലെങ്കിൽ വെളിയം ഭാർഗവൻ്റെയോ ശൈലിയിൽ വിമർശിക്കാനും എതിർക്കാനും കഴിയുന്നില്ല. അതാണ് അണികളും ഈ യോഗത്തിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടി റിപ്പോർട്ടിനെ വിമർശിച്ചുകൊണ്ട്, പാർട്ടി നേതൃത്വം പുറത്തിറക്കിയ ആ റിപ്പോർട്ടിനെ വിമർശിച്ചുകൊണ്ടാണ് ഇവരെല്ലാം സംസാരിച്ചത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ല. നമുക്ക് ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത് അത് ലഭിച്ചില്ല. അത് നേടിക്കൊടുക്കാൻ നമ്മുടെ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല, പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല, ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെ തന്നെയാണ് ജനങ്ങൾ, പാർട്ടി സഖാക്കൾ അവിടെ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറായില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ CPI ചിലപ്പം തീരെ അപ്രസക്തമാവുകയും
അവരുടെ വരുന്ന ആളുകളിൽ അവർക്ക് ഒരു മുന്നണിയിൽ പോലും ചേർന്നിട്ട് നിങ്ങളെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യം ഇപ്പം കോൺഗ്രസ് ഇത് വിളിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൽ നിന്ന് മാറി നിങ്ങളെ ഒന്നും ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാലും അതിശയമില്ല എന്നാണ് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നേറിയില്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപാന്തരം വരേണ്ടി വരും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപാന്തരം വന്നു കഴിഞ്ഞു. അവരിപ്പോൾ ഒരു ബൂർഷ്വാ പാർട്ടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും അങ്ങനെ ഒരു നിലനിൽപ്പും അവർക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഏതിൽ നിന്ന് ഏതായി മാറണം എന്നുള്ളതിന് ആടിനെ പട്ടിയാക്കുമ്പം ജനങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. ആടായിട്ട് തന്നെ നിൽക്കണം, പട്ടിയായിട്ട് നിൽക്കണം, അല്ലേ? അതെ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ട്. അതുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറുകയും ഈ പറഞ്ഞ പോലെ ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളിലേക്ക് അവർ നിൽക്കുകയും അത്തരം പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന് ഇന്ത്യയിൽ ശക്തമാവുകയാണ് വേണ്ടത്. അത് CPIയുടെ സഖാക്കൾ പറഞ്ഞത് കറക്റ്റാണ്. സമ്മേളനത്തിൽ കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും ബിനോയ് വിശ്വം ചെവിക്കൊണ്ടാൽ പാർട്ടിക്ക് നല്ലതാണെന്നാണ് എനിക്കും തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.